പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശബരിമല പെരുങ്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള എ പത്മകുമാർ, അദ്ദേഹം ഇപ്പോൾ 2 മാസമായിട്ട് ജയിലിലാണ്. അദ്ദേഹത്തോടൊപ്പം ദേവസ്വം ബോർഡിലെ അംഗമായിരുന്ന ശ്രീമാൻ KP ശങ്കരദാസിനെ ഹൈക്കോടതി അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതിനെ വിമർശിച്ചതിനെ തുടർന്ന് പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയായിട്ടുള്ള SP ഫോർട്ട് ആശുപത്രിയിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ റിമാൻഡിലാക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ, 3/7/2019 5/7/2019 നടന്ന 2 പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് യോഗങ്ങളിൽ വെച്ചിട്ടാണ് ഈ സ്വർണം ചെമ്പാക്കാനുള്ള അതിപ്രധാനവും അതിനിർണായകവുമായിട്ടുള്ള ഈ തട്ടിപ്പ് തീരുമാനമെടുത്തത്. ആ തട്ടിപ്പ് തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പുറത്തു കൊണ്ടുപോയിട്ട് ഈ കോടികളുടെ ഈ അയ്യപ്പൻ്റെ സ്വത്തുക്കൾക്ക് മുഴുവൻ വിൽക്കാനും അതിനൊക്കെയുള്ള അവസരം കിട്ടിയത്. ദ്വാരപാലക ശില്പങ്ങൾ, പീഠങ്ങൾ, കട്ടിളപ്പാളി, വാതില്, പ്രഭാമണ്ഡലം ഇതെല്ലാം പുറത്തു കൊണ്ടുപോയി അയാൾക്ക് കോടികൾക്ക് കൈമാറ്റം ചെയ്യാനുള്ള അവസരം ഉണ്ടായത് 3/7/2019 5/7/2019 എ പത്മകുമാറിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ദേവസ്വം ബോർഡ് എടുത്ത സ്വർണം ചെമ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് എടുത്ത നിർണായകമായിട്ടുള്ള എന്നാൽ വളരെ ദുരൂഹമായിട്ടുള്ള തീരുമാനമാണ്. സുഹൃത്തുക്കളെ, ആ തീരുമാനം പ്രതികളുമായിട്ട് ചേർന്ന ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് പറഞ്ഞുകൊണ്ട് SIT ഏതാണ്ട് 2 മാസങ്ങൾക്ക് മുമ്പ് എ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. പത്മകുമാർ 1-2 മാസക്കാലമായി ജയിലിലാണ്. 2 തവണ അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. അയാൾ ഗൂഢാലോചനയിൽ പങ്കാളിയാണെന്ന് പറഞ്ഞ് കസ്റ്റഡി അപേക്ഷയിലും റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ പലതവണ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞത് നമ്മൾ കണ്ടതും കേട്ടതുമാണ്. എന്നാൽ അദ്ദേഹത്തോടൊപ്പം ഉള്ള അംഗങ്ങളായിട്ടുള്ള വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നതിന് താമസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിലെ സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള ജസ്റ്റിസ് A ബദറുദ്ദീൻ എന്തുകൊണ്ട് ഇങ്ങനെ അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ക്രിമിനൽ കൾപ്പബിലിറ്റി അവർക്ക് 3 പേർക്കും ഇല്ലേ? സ്വർണം ചെമ്പാക്കി മാറ്റാൻ എ പത്മകുമാർ മാത്രമാണ് ഒന്നത്തെ ദേവസ്വം ബോർഡ് ഒന്നായി എടുത്ത തീരുമാനമല്ലേ അത്? അതിൽ എ പത്മകുമാറിനുള്ള പങ്ക് പോലെ തന്നെ KP ശങ്കരദാസിനും വിജയകുമാറിനും പങ്കില്ലേ എന്നുള്ള ചോദ്യം ചോദിച്ചു. അത് ഡിസംബർ 19-നാണ് ചോദിച്ചത്. അതിനുശേഷമാണ് അവരെ പ്രതികളാക്കുന്നത്. 29-ാം തീയതി ആണ് വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നത്. എന്നിട്ടും KP ശങ്കരദാസിനെ SIT അറസ്റ്റ് ചെയ്തില്ല. അതിനെതിരെ കോടതി അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഹരിശങ്കറിൻ്റെ അച്ഛനായതുകൊണ്ടാണോ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തതെന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങൾ, ശക്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചതിനെ തുടർന്ന് പോലീസിന് ആശുപത്രിയിൽ ചെന്ന് KP ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു, അയാളെ റിമാൻഡ് ചെയ്യേണ്ടി വന്നു. സുഹൃത്തെ, എന്തുകൊണ്ടാണ് അങ്ങനെ റിമാൻഡ് ചെയ്തത്? എന്തുകൊണ്ടാണ് പോലീസ് കോടതി അങ്ങനെയുള്ള ചോദ്യം ചോദിച്ചത്? അത് വളരെ സിമ്പിളല്ലേ. കാരണം ഈ സ്വർണം ചെമ്പാക്കി മാറ്റിയ ഈ പെരുങ്കൊള്ളയ്ക്ക് ഏറ്റവും കൂടുതൽ കാരണഭൂതമായിട്ടുള്ള തീരുമാനമെടുത്തത് എ പത്മകുമാറിൻ്റെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡാണ്. എ പത്മകുമാറിൻ്റെ നേതൃത്വമുള്ള ദേവസ്വം ബോർഡ് എന്ന് പറയുമ്പോൾ എ പത്മകുമാറും വിജയകുമാറും KP ശങ്കരദാസും ചേരുന്ന ബോർഡാണ് ആ ഭീകരമായിട്ടുള്ള തീരുമാനം, ആ കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള തീരുമാനം എടുത്തത്. അതുകൊണ്ടാണ് എ പത്മകുമാറിന് പുറമെ വിജയകുമാറിനെയും KP ശങ്കരദാസിനെയും പ്രത്യേക അന്വേഷണ സംഘത്തിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എ പത്മകുമാർ എന്ത് കുറ്റമാണോ ചെയ്തത് അത് മറ്റു 2 ബോർഡ് അംഗങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പെരുങ്കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള ഉത്തരവ് ദേവസ്വം ബോർഡാണ് ഇറക്കിയതിൽ അതിൽ തുല്യമായിട്ടുള്ള പങ്ക് പത്മകുമാറിനും വിജയകുമാറിനും KP ശങ്കരദാസിനുമുണ്ട്. അതുകൊണ്ടാണ് കോടതി പറഞ്ഞത് ഇവർക്ക് 3 പേർക്കും ക്രിമിനൽ കൾപ്പബിലിറ്റി ഉണ്ട്, ക്രിമിനലായിട്ടുള്ള ഉത്തരവാദിത്വം ഈ പത്മകുമാറിനും വിജയകുമാറിനും ശങ്കരദാസിനും ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനത്തിൽ ഈ 3 പേർക്കും പങ്കുണ്ട് എന്ന് ഹൈക്കോടതി ചിന്തിക്കുന്നു എന്നുള്ളതല്ലേ അതിൻ്റെ അർത്ഥം. ആ 3 പേർക്കും തുല്യ പങ്കുള്ളത് കൊണ്ടല്ലേ ആശുപത്രിയിൽ ചെന്ന് പോലും KP ശങ്കരദാസിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. നമ്മൾ CPM-നെ വിമർശിക്കുന്നത് എന്തുകൊണ്ടാണ് സുഹൃത്തുക്കളെ? ഈ തീരുമാനത്തിൽ മുഖ്യ പങ്കാളി ആയിട്ടുള്ള എ പത്മകുമാർ
ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് ഒന്നിലധികം തവണ പ്രത്യേക അന്വേഷണ സംഘം പറഞ്ഞിട്ടും അയാളെ അറസ്റ്റ് ചെയ്ത് 2 മാസം കഴിഞ്ഞിട്ടും അയാൾക്കെതിരെ നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതല്ലേ CPM-നെതിരെ ശക്തമായ വിമർശനമായി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്. 2 മാസമായി അയാൾ ജയിലിൽ കിടക്കുകയാണ്, എന്നിട്ടും അയാൾക്കെതിരെ നടപടിയില്ല. എന്തുകൊണ്ട്? അതുകൊണ്ട് മുകളിലിരിക്കുന്നവർക്കും ഇതിൻ്റെ പങ്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമല്ലേ നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, പത്മകുമാറിൻ്റെ കാര്യത്തിൽ CPM നേതൃത്വം എടുക്കുന്ന അതേ നിലപാട് തന്നെ ശങ്കരദാസിന്റെ കാര്യത്തിൽ CPI-യും എടുത്തിരിക്കുന്നു എന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു വസ്തുത. പത്മകുമാർ ഗൂഢാലോചനയിൽ പങ്കാളിയാണ്. പത്മകുമാറാണ് ഈ കൊള്ളയ്ക്ക് കാരണമായിട്ടുള്ള ഈ തീരുമാനമെടുത്തത്. പത്മകുമാറിന് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട്. അതുകൊണ്ടാണ് പത്മകുമാറിൻ്റെ മുൻകൂർ ജാമ്യം 2 പ്രാവശ്യം തള്ളിയത് എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നിട്ട് 2 മാസമായിട്ട് അയാൾക്കെതിരെ നടപടിയെടുക്കാത്തതിനെതിരെ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ജനങ്ങൾ CPM-നെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയുകയാണ് ശങ്കരദാസ് ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണെന്ന്. എങ്ങനെയുണ്ട്? ആലോചിച്ച് നോക്ക്. പത്മകുമാറിൻ്റെ കൂടെ ഇരുന്നു കൊണ്ട് ഈ സ്വർണം ചെമ്പാക്കി മാറ്റാനുള്ള തീരുമാനമെടുത്ത പ്രധാനപ്പെട്ട പിന്നെ ദേവസ്വം ബോർഡ് മെമ്പറാണ് ശങ്കരദാസ്. ആ ശങ്കരദാസിനും ക്രിമിനൽ കൾപ്പബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോടതി കൂടി വിമർശനം ഉന്നയിച്ചതിനെ തുടർന്നിട്ടാണ് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ആ ശങ്കരദാസ് ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് ബിനോയ് വിശ്വം പറയുമ്പോൾ ഈ ശബരിമല പെരുങ്കൊള്ളയുടെ പങ്ക് CPI-ക്ക് കൂടി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ജനങ്ങളുടെ വരികയല്ലേ സുഹൃത്തുക്കളെ? അദ്ദേഹം പറയുകയാണ് ശങ്കരദാസിനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടാകില്ല. എങ്ങനെയുണ്ട്? അപ്പോൾ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകാത്തതിന് CPM-നെ നമുക്ക് എതിർക്കാൻ പറ്റുമോ സുഹൃത്തെ? ഞങ്ങളറിയുന്ന ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യില്ല. ഇതാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. ഞങ്ങളറിയുന്ന ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയുന്ന ശങ്കരദാസ് മാത്രമേ ഉള്ളോ ബിനോയ് വിശ്വം? ഞങ്ങൾ ചോദിക്കുകയാണ്. ശങ്കരദാസ് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? നിങ്ങൾക്കറിയുന്ന ഒരു ശങ്കരദാസ് മാത്രം ആകണമെന്നില്ലല്ലോ, അറിയാത്ത ശങ്കരദാസ് ഉണ്ടായിക്കൂടെ? ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് അദ്ദേഹം. അങ്ങനെയുണ്ട്. അദ്ദേഹം ഇപ്പോൾ ജയിലിൽ കിടക്കുകയാണ്. അദ്ദേഹം ക്രിമിനലി കൾപ്പബിൾ ആണെന്ന് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചത് കേരള ഹൈക്കോടതിയാണ്. എന്നിട്ടും ബിനോയ് വിശ്വം പറയാണ് അദ്ദേഹം ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, ഇപ്പോൾ വേണ്ടത് മാനുഷിക പരിഗണനയാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. എങ്ങനെയുണ്ട്? അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമാണ്, അതുകൊണ്ട് മാനുഷിക പരിഗണന വേണമെന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി പറയാൻ എന്തൊരു ഗതികേടാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക്. അയാൾ എപ്പോഴാണ് അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായത്? അയാൾ കേസിൽ പ്രതിയായി കഴിഞ്ഞപ്പോഴല്ലേ അയാളുടെ ആരോഗ്യസ്ഥിതി മോശമായത്? അയാളെ കേസിൽ പ്രതിയാകുന്നതിന് മുമ്പേ അയാളുടെ ആരോഗ്യസ്ഥിതിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം പ്രത്യേക അന്വേഷണ സംഘത്തിന് അയാളെ ആശുപത്രിയിൽ പോയി അയാളെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇവിടെ നിയമമാണോ പ്രധാനം, അതോ ബിനോയ് വിശ്വം പറയുന്ന മാനുഷിക പരിഗണനയാണോ പ്രധാനം? ഒരു കേസിലെ പ്രതിയെ അയാൾ ആശുപത്രിയിലായി എന്ന് പറഞ്ഞുകൊണ്ട് മാനുഷിക പരിഗണന കൊടുക്കണം എന്നാണോ ബിനോയ് വിശ്വം പറയുന്നത്? അപ്പോൾ നിയമത്തിന് മുകളിലാണോ ബിനോയ് വിശ്വം? ഒരു പ്രതിയെ മ്ലേച്ഛമായി ന്യായീകരിക്കുകയല്ലേ ബിനോയ് വിശ്വം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളറിയുന്ന ശങ്കരദാസ് എന്നാണ് പറഞ്ഞത്. ഞങ്ങളറിയാത്ത ശങ്കരദാസ് ഉണ്ടായിക്കൂടെ? ശങ്കരദാസിന് ശബരിമല പെരുങ്കൊള്ളയിൽ ക്രിമിനൽ കൾപ്പബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജഡ്ജായിട്ടുള്ള ബദറുദ്ദീനാണ്. ബിനോയ് വിശ്വം, നിങ്ങൾ അതെന്താണ് മനസ്സിലാവാത്തത്? നിങ്ങൾ നിയമത്തിന് വഴിപ്പെട്ട് ജീവിക്കുന്നവരാണ്, നിയമത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടേണ്ടത് മാനുഷിക പരിഗണനയാണ് എന്ന് നിങ്ങൾ പറയുന്നത് നിയമത്തെ വളച്ചൊടിച്ച് കക്ഷത്തിൽ വെച്ച് ചുരുട്ടിക്കൂട്ടുന്നതിന് തുല്യമല്ലേ ബിനോയ് വിശ്വം? അതുകൊണ്ട് കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എനിക്കിതുവരെ ശബരിമല പെരുങ്കൊള്ളയിൽ CPM-ന് പങ്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളതായിരുന്നു എൻ്റെ സംശയം. എന്നാൽ CPM-നല്ല, CPI-ക്കും ഈ ശബരിമല പെരുങ്കൊള്ളയിൽ പങ്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. കേസിലെ പ്രതിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ശങ്കരദാസ് ഉത്തമനായിട്ടുള്ള കമ്മ്യൂണിസ്റ്റാണെന്നും അദ്ദേഹം തങ്ങളറിയാതെ തങ്ങളറിയുന്ന അയാൾ തെറ്റുകളൊന്നും ചെയ്യില്ല എന്നുള്ള ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അച്ചടി ഭാഷയിൽ നിന്നുകൊണ്ട് പത്രപ്രവർത്തകരുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ വെളുക്കെ തിരിച്ചുകൊണ്ട് പറയുന്ന ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടുകളൊന്നും അത്ര പരിശുദ്ധമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. എനിക്ക് അതിനകത്ത് സംശയങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടൊക്കെ വലിയ നിലപാടാണല്ലോ ബിനോയ് വിശ്വം എടുത്തുകൊണ്ടിരുന്നത്. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്ത് നിന്ന് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് അയാളുടെ അടുത്ത് പണം മേടിക്കാൻ ചെന്നു.
CPM അത്ര ഗതികേടെന്നുള്ള CPI അത്ര ഗതികേടെന്നുള്ള പാർട്ടിയല്ലല്ലോ. 10-16 MLA-മാരും 4 മന്ത്രിമാരുമുള്ള പാർട്ടിയല്ലേ CPI. അവർക്ക് അത്ര ഗതികേടെന്നുള്ളവരല്ല ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ്റെ അടുത്തുനിന്ന് കാശ് മേടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നില്ല. ഇപ്പം വെള്ളാപ്പള്ളി നടേശന് വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണല്ലോ ബിനോയ് വിശ്വം. കാറിൽ കയറ്റില്ല എന്നൊക്കെയാണല്ലോ പറയുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന് അയാളുടെ വീട്ടിൽ ചെന്നു, കൈ നീട്ടി 1 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ അയാൾ 3 ലക്ഷം കൊടുത്തു. അതും മേടിച്ച് കട്ടത്തി വെച്ചോണ്ട് പോയി CPI. അതുകൊണ്ട് വലിയ പരിഭാവനമായിട്ടുള്ളവരും വലിയ പരിശുദ്ധരും വലിയ വെള്ളരിപ്രാവുകളും വലിയ മാലാഖമാരുമാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും ശങ്കരദാസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ ഈ നിലപാട് കൂടി രംഗത്ത് വന്നതോടുകൂടി ഞങ്ങൾ അറിയാത്ത ബിനോയ് വിശ്വവും കൂടി ഉണ്ട് എന്നുള്ള തോന്നൽ ജനങ്ങൾക്കുണ്ടായിരിക്കുകയാണ് എന്ന് ബിനോയ് വിശ്വത്തെ വളരെ വിനയത്തോടു കൂടി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്.